മാന്യ സദസ്സിന് നമസ്കാരം. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന ഒറ്റ വാക്കാണ് എൻ്റെ മനസ്സിൽ. ലോഹിയേട്ടൻ, സിബി, ഉണ്ണി, ദിനേശ്, വിജയകുമാർ സാർ, അങ്ങനെ എല്ലാവരും. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ നടന്ന ഒരു സംഭവം 71 കോൾ ഷീറ്റ് ഫസ്റ്റ് സോങ്, സെക്കൻഡ് സോങ് 2 to 9. കൈതപ്പുറം ചേട്ടനുണ്ട്, നമ്മുടെ എല്ലാം എൻ്റെ സ്വന്തം ചേട്ടൻ ജോൺ ചേട്ടൻ, അദ്ദേഹം ഉണ്ട്. അപ്പം ഞാൻ 1 മണിയായപ്പോൾ ഞാൻ 70mm പ്രസാദ് തിയേറ്ററിലെത്തി. അപ്പം ഞാൻ കേൾക്കുന്നത് ഒരു പുതിയ ഗായകനും ചിത്രയും കൂടെ നിന്ന് പാടുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു മെലഡി സോങ്. അപ്പം ഞാനത് കേട്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ബ്രേക്കിന് ശേഷം 2 മണിക്ക് ചേട്ടൻ എനിക്ക് വരികൾ പറഞ്ഞു തരുന്നു, കണ്ണീർ പൂവിൻ്റെ കവളിലത്തിലൂടെ. അപ്പം ആദ്യത്തെ വരി കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഇത്തിരി ശോകമാണ്. അപ്പം അത് ആ ഫീല് കൊണ്ടുവരണം. പക്ഷെ എനിക്ക് അപ്പോഴും ആ മറ്റേ പാട്ട് എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പം ഞാൻ ജോൺ സാറിൻ്റെ അടുത്ത് പഠിപ്പിക്കാൻ നിർത്തും. കണ്ണീർ പൂവിൻ്റെ കവിളിലത്തിലൂടെ എന്ന് പറഞ്ഞ് ഞാൻ ചേട്ടൻ ആ പാട്ട് എനിക്ക് തന്നിട്ട് ഈ പാട്ട് വേണേൽ മറ്റേ പുള്ളിക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് കൂട്ടാ, എന്നെ കൂട്ടാന്ന് വിളിക്കുന്നു, കൂട്ടാ നീ ഇത് പാടും. പിന്നെ അവിടെ വേറെ ചോദ്യമില്ല, എന്നാൽ ദേവരാജ മാഷ ശിശില അടുത്ത സെക്കൻഡിൽ അടിയാണ് വരുന്നത്. അപ്പോൾ ഞാനിത് പാടി കഴിഞ്ഞ് പിന്നെ ഞാൻ മറന്നു. അത് കഴിഞ്ഞ് ഫിലിം റിലീസ് ചെയ്തപ്പോൾ അതിനകത്ത് ഒറ്റ പാട്ടേ ഉള്ളൂ, കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി എന്ന ഈ ഗാനം മാത്രമേ സിനിമയിലുള്ളൂ. അതാണ് തലയിലെഴുത്തെന്ന് പറഞ്ഞൊരു കാര്യം. അതിന് ആരടുത്ത് ഞാൻ നന്ദി പറയണം എന്നെനിക്ക് പറഞ്ഞത്. അത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് ഈ പാട്ടിനാണ്, കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി. എല്ലാം നിമിത്തം. ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കിരീടം എന്ന സിനിമയിൽ എൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ അല്ലെങ്കിൽ കിരീടം എന്താകും എന്നൊന്ന് ആലോചിക്കും. അനശ്വരമാക്കിയ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ, എൻ്റെ സ്വന്തം കാര്യം. ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. 1000 സമ്പൽ സ്മൃതിയോടുകൂടി ഇനിയും ഒരുപാട് വേഷങ്ങൾ ചെയ്യാനുള്ള അവസരം ലാലുവിന് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള ജഗദീഷ് പറഞ്ഞ പോലെ ശരിക്കും റിയൽ സ്റ്റോറി അങ്ങനെ എടുക്കാൻ വീണ്ടും സിബിക്കും സാധിക്കട്ടെ. ഈ ടീമിനെല്ലാം കൂടി ചേർന്നിട്ട് നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ പടം എല്ലാവരും തിയേറ്ററിൽ കാണണം. കാരണം ഇപ്പം ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഡേ കാണണം എന്നുള്ളൊരു മോഹം തോന്നി. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.